ഹരിപ്പാടിന്റെ പുത്രനാണ് രമേശ് ചെന്നിത്തല എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഹരിപ്പാട്ടെ ജനങ്ങൾ അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന നിലപാടുകളുടെ രാജകുമാരൻ എന്ന് നമുക്ക് രമേശ് ചെന്നിത്തലയെ വിളിക്കാൻ കഴിയും. യൂത്ത് കോൺഗ്രസ്, KSU, അതിനൊക്കെ അപ്പുറം കോൺഗ്രസ് എന്ന പാർട്ടിയെ KPCCയുടെ ചുമതലയിലൊക്കെ ഇരുന്ന് കോൺഗ്രസ് എന്ന പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ യൗവനം നശിച്ച കാലത്തെല്ലാം കോൺഗ്രസിനെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ അല്ലെങ്കിൽ എത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ കുബേരയെ പോലുള്ള കേരളം കൈയടിച്ച പദ്ധതികൾ നടപ്പിലാക്കി കേരളത്തിലെ വട്ടിപ്പലിശക്കാർക്ക് മൂക്ക് കയറിട്ട ആഭ്യന്തരമന്ത്രിയായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേരളത്തിലെ സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല എന്നതിന്റെ നേർസാക്ഷ്യമാണ് ആ MLA പാർട്ടി സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന അദ്ദേഹം പത്രക്കാർക്ക് മുമ്പിൽ പരസ്യമായി കാണിച്ച ആർജവവും തന്റേടവും നട്ടലുമാണ് രമേശ് ചെന്നിത്തലയെ വേറിട്ട് നിർത്തുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രചരണത്തിന്റെ കടിഞ്ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന രമേശ് ചെന്നിത്തലയാണ്. മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും യൂത്ത് കോൺഗ്രസിന്റെയും NSUടെയും എല്ലാം ദേശീയ അധ്യക്ഷനായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഹൈക്കമാൻഡ് പ്രചരണ കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം നൽകുമ്പോൾ വലിയ പ്രതീക്ഷയാണ് AICC രമേശ് ചെന്നിത്തലയിൽ അർപ്പിച്ചിരിക്കുന്നത് എന്നത് പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് 10 വർഷമായി അധികാരത്തിന് പുറത്ത് കോൺഗ്രസ് ഇരിക്കുന്ന സംസ്ഥാനത്ത് കോൺഗ്രസിനെയും ഐക്യജനാധിപത്യ മുന്നണിയെയും അധികാരത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്ന വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ളത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തന മികവിനും രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തന പരിചയത്തിനും കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഹൈക്കമാൻഡിനും ദേശീയ നേതൃത്വത്തിനുമുള്ളത്. എന്തായാലും കോൺഗ്രസ് അതിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് മുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പൊതുയോഗ യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് രംഗത്തിറക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ പ്രചരണം ഏകോപിപ്പിക്കുമ്പോൾ, മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ കോൺഗ്രസ് വലിയ വിജയമാണ് ലക്ഷ്യമിടുന്നത്. രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തന മികവും പ്രവർത്തന പരിചയവും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തുണയാകുമോ? എന്തെല്ലാമാണ് രമേശ് ചെന്നിത്തല ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തന രംഗത്ത് ഒരു മാജിക്കായി കാണിക്കാൻ പോകുന്നത്? കേരളത്തിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ കാഹളം മുഴക്കുന്നതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് നിർണായക പങ്ക് വഹിക്കാൻ കഴിയുമോ? വിശദമായി പരിശോധിക്കാം. അതായത് ഹൈക്കമാൻഡ് പുറത്തിറക്കിയ പട്ടികയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കാൻ രമേശ് ചെന്നിത്തലയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ കോ ചെയർമാനായി ശശി തരൂരും കൺവീനറായി ഷാഫി പറമ്പിലും ഈ കമ്മിറ്റിയിലുണ്ട്. എന്തായാലും രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നയിക്കുമ്പോൾ അത് ഏത് തരത്തിലാണ് കോൺഗ്രസിന് ഗുണകരമായി മാറുക? തീർച്ചയായും കോൺഗ്രസിന് ഗുണകരമാകും. കാര്യം രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറെ സ്വാധീനമുള്ള വ്യക്തിയാണ്. നിലവിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചെറിയ പ്രായത്തിൽ മന്ത്രിയായി, പിന്നീട് കഴിഞ്ഞ തവണ അല്ലെങ്കിൽ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായി. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഓരോ വിഷയങ്ങളും പഠിച്ച് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചിരുന്നത്. പക്ഷെ രണ്ടാമത് എങ്ങനെ സർക്കാർ അധികാരത്തിൽ വന്നുവെന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇടതുമുന്നണി പറയുന്നത് 1ാമത്തെ പ്രതിപക്ഷം പരാജയമായിരുന്നു. പക്ഷെ അത് തെറ്റായ കാര്യമാണ്. അന്നത്തെ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിലും മറ്റുമാണ് ഒരു തുടർഭരണം കിട്ടിയത്. അപ്പോൾ എല്ലാ തലത്തിലും ഈ KSU ആയിക്കോട്ടെ, യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ, യൂത്ത് കോൺഗ്രസ്, KSU, അതിനൊക്കെ അപ്പുറം കോൺഗ്രസ് എന്ന പാർട്ടിയെ KPCCയുടെ ചുമതലയിലൊക്കെ ഇരുന്ന് കോൺഗ്രസ് എന്ന പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ യൗവനം നശിച്ച കാലത്തെല്ലാം കോൺഗ്രസിനെ പഴയ പ്രതാപത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ അല്ലെങ്കിൽ എത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. അപ്പൊ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പൊ പ്രതിപക്ഷ നേതാവല്ല, ഹരിപ്പാട് MLA ആണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. അപ്പൊ രമേശ് ചെന്നിത്തലയെ മുന്നോട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ചുമതല നൽകുമ്പോൾ അത് കോൺഗ്രസിന് ഗുണകരമാകും. അതുപോലെ തന്നെ ശശി തരൂർ, എതിർ പാർട്ടികൾ അല്ലെങ്കിൽ എതിർ മുന്നണി പറയുന്നത് ശശി തരൂർ എപ്പോ വേണമെങ്കിലും പാർട്ടി വിടാമെന്നാണ്. അപ്പൊ ശശി തരൂരുമായി അല്ലെങ്കിൽ പടലപ്പിണക്കങ്ങളൊന്നും കോൺഗ്രസിന് ഇല്ല, അല്ലെങ്കിൽ കോൺഗ്രസിനില്ല, എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ശശി തരൂരിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷാഫി പറമ്പിൽ, നമുക്കറിയാം ഷാഫി പറമ്പിലിന് കിട്ടുന്ന ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് കേരളത്തിലെ എനിക്കൊന്ന് വേറെ ഒരു യുവ നേതാക്കൾക്കും കിട്ടാത്ത അത്രയും സ്വീകാര്യത ലഭിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഷാഫി പറമ്പിൽ ഇങ്ങനെ ഒരു പുതിയ ടീം എന്നാണ് ഇതിനു മുമ്പ് തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് KPCC മറ്റൊരു ടീമിനെ ഇറക്കിയിരുന്നു. അന്ന് ജംബോ കമ്മിറ്റി എന്ന് വിളിച്ചു. പക്ഷേ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ നമുക്ക് മനസ്സിലായത് ജംബോ കമ്മിറ്റി ആയിരുന്നില്ല. കോൺഗ്രസ് ഒരു പുതിയ ടീമിനെ മുന്നോട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ UDF ഒരു പുതിയ ടീമിനെ മുന്നോട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുമ്പോൾ അത് വ്യക്തമായി പഠിച്ചിട്ടായിരിക്കും അത് വിജയിക്കാനുള്ള ഒരു ടീം തന്നെയായിരിക്കും. അത് നമ്മൾ KPCCയുടെ ആദ്യത്തെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന സമയത്തുള്ള KPCCയുടെ ആ ടീമിലൂടെ നമുക്ക് മനസ്സിലായി. അതുപോലെ കേരളത്തിൽ കിട്ടാവുന്ന അല്ലെങ്കിൽ
നിലവിൽ കോൺഗ്രസിന് കിട്ടാവുന്ന ഏറ്റവും മികച്ച ടീമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ളത്. രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ഗ്രാഫ് പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ KSUവിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്നത്. 1980-85 കാലഘട്ടങ്ങളിൽ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ്, NSUI ദേശീയ പ്രസിഡന്റ്, ബാലജനസഖ്യം സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച രമേശ് ചെന്നിത്തല 1982 ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1985 യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. 86 30-ാം വയസ്സിൽ കരുണാകരൻ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിയെ അദ്ദേഹം സ്ഥാനമേറ്റു. 1987 മുതൽ 90 വരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. 1987 ഹരിപ്പാട് നിന്ന് വീണ്ടും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് നിന്ന് മത്സരിച്ച് ജയിച്ചതിനാൽ അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചു. 1990 മുതൽ 93 വരെ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന ചെന്നിത്തല 1994 മുതൽ 1997 വരെ AICCയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. 1991 96 കോട്ടയത്ത് നിന്ന് വീണ്ടും അദ്ദേഹം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1997 AICCയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിതനായി. 1999 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിൽ നിന്നാണ് അദ്ദേഹം പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 98 കോട്ടയത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും CPMലെ K സുരേഷ് കുറുപ്പിനോട് പരാജയപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഗ്രാഫിലെ ഒരു പരാജയമാണ്. അതോടൊപ്പം 2005 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ളയുടെ പകരക്കാരനായി KPCC പ്രസിഡന്റ് അദ്ദേഹം ചുമതലയെടുത്തു. 2004 മുതൽ കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ്. അതായത് പാർട്ടി കരുണാകരന്റെ നേതൃത്വത്തിൽ പാർട്ടി രണ്ടായി പിളർന്ന് DIC രൂപീകരിച്ച് കേരളത്തിലെ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ എതിരാളികളും വിധിയെഴുതിയ സമയത്താണ് KPCC അധ്യക്ഷനായി രമേശ് ചെന്നിത്തല പാർട്ടിയുടെ ചുമതല ഏറ്റെടുക്കുന്നത്. അന്ന് തകർന്ന് തരിപ്പണമായ കോൺഗ്രസിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ രമേശ് ചെന്നിത്തല നടത്തിയ പോരാട്ടം, അന്ന് യശശരീരനായ ഉമ്മൻചാണ്ടിക്കൊപ്പം നടത്തിയ പോരാട്ടം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ചരിത്രം എഴുതുകയാണെങ്കിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഫിനിക്സ് പക്ഷിയെ പോലെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഒരു തിരിച്ചുവരവിന്റെ കാഹളം മുഴക്കി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു. 2011 ഹരിപ്പാട് നിന്ന് വീണ്ടും നിയമസഭ അംഗമായി. 2014 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ UDFിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ അദ്ദേഹം കൈകാര്യം ചെയ്തു. ഓപ്പറേഷൻ കുബേരയെ പോലുള്ള കേരളം കൈയടിച്ച പദ്ധതികൾ നടപ്പിലാക്കി കേരളത്തിലെ വട്ടിപ്പലിശക്കാർക്ക് മൂക്ക് കയറിട്ട ആഭ്യന്തരമന്ത്രിയായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 2014 ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി നിയമിതനായ ചെന്നിത്തല KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയുകയായിരുന്നു. അതായത് നീണ്ട വർഷക്കാലം 2005 മുതൽ 14 വരെയാണ് അദ്ദേഹം KPCC അധ്യക്ഷ പദം അലങ്കരിക്കുന്നത്. 2016 14-ാം കേരള നിയമസഭയിൽ UDFിന്റെ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട കാലയളവിലാണ് 10ഓളം കേരളത്തിന്റെ അഴിമതി സംസ്ഥാന സർക്കാർ തീരുമാനിച്ച 10ഓളം അഴിമതി കഥകൾ അദ്ദേഹം കേരള സമൂഹത്തിന് മുന്നിൽ പുറത്തു കൊണ്ടുവരികയും കോടതിയിൽ നിയമ പോരാട്ടം നടത്തി സർക്കാരിനെ അതിൽ നിന്ന് U-turn അടിപ്പിക്കുകയും ചെയ്തു. 2021 15 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF പരാജയപ്പെട്ടപ്പോഴും അദ്ദേഹം ഹരിപ്പാട് നിന്ന് വിജയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട് എന്ന മണ്ഡലം അദ്ദേഹത്തിന് ഏറെ വൈകാരികതയുള്ള മണ്ഡലമാണ്. ഹരിപ്പാടിന്റെ പുത്രനാണ് രമേശ് ചെന്നിത്തല എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഹരിപ്പാട്ടെ ജനങ്ങൾ അദ്ദേഹത്തെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന നിലപാടുകളുടെ രാജകുമാരൻ എന്ന് നമുക്ക് രമേശ് ചെന്നിത്തലയെ വിളിക്കാൻ കഴിയും. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഒരു യുവ MLAക്കെതിരെ ലൈംഗിക പീഡനം ആരോപണം ഉന്നയിച്ചപ്പോൾ ആ യുവ MLA ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച നേതാക്കന്മാരിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് കേരളത്തിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത, കേരളത്തിലെ സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല എന്നതിന്റെ നേർസാക്ഷ്യമാണ് ആ MLAയെ പാർട്ടി സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് അദ്ദേഹം പത്രക്കാർക്ക് മുമ്പിൽ പരസ്യമായി കാണിച്ച ആർജവവും തന്റേടവും നട്ടലുമാണ് രമേശ് ചെന്നിത്തലയെ വേറിട്ട് നിർത്തുന്നത് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും അദ്ദേഹം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുമ്പോൾ അത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ മുതൽക്കൂട്ടായിരിക്കും. പ്രത്യേകിച്ച് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരള രാഷ്ട്രീയത്തിൽ അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസവുമായി പടപൊരുതുന്ന പണപ്പുറപ്പാട് നടത്തുന്ന കോൺഗ്രസിന് രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തന മികവും അദ്ദേഹത്തിന്റെ പ്രവർത്തകരുമായുള്ള ആത്മബന്ധവും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാവും. അത് അദ്ദേഹത്തോടൊപ്പം ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ശശി തരൂരും കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ക്രൗഡ് പുള്ളർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഷാഫി പറമ്പിൽ അടക്കമുള്ള ഒരു യുവനിര ചേരുമ്പോൾ അത് കേരളത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിനകത്ത് പ്രചരണത്തിനകത്ത് വലിയ മാറ്റം കൊണ്ടുവരുമെന്ന കാര്യത്തിൽ തർക്കമില്ല.